തന്റെ അമ്മയ്ക്ക് പണ്ട് തന്നെ ഉദരത്തിൽ സമ്മാനിച്ചു പോയ അച്ഛനെ വീണ്ടും കാണാനുള്ളൊരു കാത്തിരിപ്പ്. കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ അത് കവിതയാകും. വിമലയുടെ ഒരു വാക്കാണ്, വരും വരാതിരിക്കില്ല. നമസ്കാരം, ഞാൻ ഫാത്തിമ ബീഗം. ഏത് കൊടും വേനലിലിരുന്ന് വായിച്ചാലും ഉള്ളിൽ മഞ്ഞിന്റെ തണുപ്പും കുളിരും കാത്തിരിപ്പിന്റെ നോവും സുഖവും വായനക്കാരന് പകർന്നു നൽകാൻ കഴിയുന്ന ഒരു നോവലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ക്ലാസിക് എന്ന വിഭാഗത്തിൽ പരിചയപ്പെടുത്തുന്നത്. ക്ലാസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് വലിയ വലിയ നോവലുകളായിരിക്കാം. പക്ഷെ ഇത് ഒരു ചെറിയ നോവലയാണ്. ഇപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ജ്ഞാനപീഠമേറിയ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായർ രചിച്ച മഞ്ഞ് എന്ന നോവലയാണ് ഞാൻ നിങ്ങൾക്കായി ക്ലാസിക്കുകളുടെ വിഭാഗത്തിൽ പരിചയപ്പെടുത്തുന്നത്. 1964 രചിക്കപ്പെട്ട ഈ നോവൽ നൈനിറ്റാളിന്റെ പ്രകൃതി ലാവണ്യം അപ്പാടെ ആവിഷ്കരിച്ച ഒരു നോവലാണ്. ആദ്യമായി ഈ ബുക്ക് ഞാൻ വായിക്കുന്നത് ഞാൻ 8ാം തരത്തിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ക്ലാസ് തുടങ്ങുന്ന സമയമാണ്. പുസ്തകങ്ങളൊക്കെ കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. ആ ക്ലാസ് റൂമിലെ കലപില ബഹളങ്ങൾക്കിടയിലിരുന്ന് മഞ്ഞിന്റെ തണുപ്പ്, നൈനിറ്റാളിന്റെ പ്രകൃതി ഭംഗി അത്രയും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എഴുത്തുകാരൻ്റെ ആ എഴുത്തിന് കഴിഞ്ഞിരുന്നു. ഈ പുസ്തകം അന്ന് ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തി തന്നത്, എനിക്ക് കൊണ്ടു തന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അപർണയായിരുന്നു. 2 ദിവസം കൊണ്ട് ഈ പുസ്തകം ക്ലാസ് റൂമിലിരുന്ന് തന്നെ വായിച്ചു തീർക്കുകയും ഒരിക്കൽ കൂടി വീട്ടിൽ പോയിരുന്ന് വായിച്ചു തീർക്കുകയും ചെയ്യത്തക്ക രീതിയിൽ ഈ പുസ്തകം എന്നെ അത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് പറയാം. വളർന്നു വലുതായി കഴിയുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കോപ്പി കയ്യിലുണ്ടായിരിക്കണം എന്ന് അന്നേ മനസ്സിൽ ഉറപ്പിച്ചു തരുന്നതാണ്. പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളുടെ നിരയിൽ 1ാം സ്ഥാനത്ത് തന്നെ മഞ്ഞ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ബിരുദതലത്തിൽ മലയാളം ലാംഗ്വേജായി എടുത്ത് പഠിക്കുമ്പോൾ മഞ്ഞ് വീണ്ടും പഠിക്കേണ്ടി വന്നു. വീണ്ടും പ്രിയപ്പെട്ട നോവൽ പാഠ്യവസ്തുവായി പഠിച്ചു കഴിഞ്ഞ് എഴുത്തുകാരനൊരു എഴുത്തെഴുതണമെന്ന് മനസ്സിൽ തോന്നി. എഴുത്തെഴുതി അയച്ചു. അതിനെപ്പറ്റി പൂർണ്ണമായും വിസ്മരിച്ച് അവധി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്ന എനിക്ക് പുതുവർഷ സമ്മാനമായി എന്നെ കാത്തിരുന്ന ഒരു കത്തുണ്ട്. ഞാനത് നിങ്ങൾക്കായി കാണിച്ചു തരാം. ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ കൈപ്പടയിൽ എനിക്ക് ലഭിച്ച ഈ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്: എഴുതിയ ശേഷം നൈനിറ്റാളിൽ വീണ്ടും പോയപ്പോൾ എൻ്റെ കഥാപാത്രങ്ങൾ അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നി എന്ന്. എപ്പോഴെങ്കിലും ഒരിക്കൽ അവിടെ ചെന്ന് നൈനിറ്റാളിൽ കേന്ദ്ര കഥാപാത്രമായ വിമലയെയും മറ്റ് കഥാപാത്രങ്ങളായ ബുദ്ധുവിനെയും അമർ സിംഗിനെയും ഒക്കെ ഒരിക്കൽ തിരയണമെന്ന് ഞാനും അന്നേ മനസ്സിൽ കരുതിയിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കഥയിലേക്ക് വരാം. കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ അത് കവിതയാകും എന്ന് ഈ നോവലിൽ ഒരു പരാമർശമുണ്ട്. ആ പരാമർശത്തെ അത്രത്തോളം അന്വർത്ഥമാക്കത്തക്ക വിധത്തിലാണ് ഈ കഥയും. ആത്മാവിൽ നിന്ന് ഒഴുകി വന്നൊരു കവിത എന്ന് തന്നെ ഈ കഥയെ പറയാം. കഥയെന്ന് പറയാൻ ഇതിലൊരു കഥയുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ കഥ എങ്ങനെ പറയും എന്ന് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ കഥയെ പറ്റി ആരോടെങ്കിലും സംസാരിച്ചപ്പോഴൊക്കെ തന്നെ അവർക്കും അത് തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. കേന്ദ്ര കഥാപാത്രമായ വിമലയെ, ഒരു സ്ത്രീയുടെ ചിന്തയെ, ഒരു സ്ത്രീയുടെ വികാരങ്ങളെ ഇത്ര കൃത്യമായി നോവലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പുരുഷനായ കഥാകൃത്ത് എങ്ങനെ അവതരിപ്പിച്ചു എന്ന ഒരു ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ബാക്കിയാണ്. അത് ശരിക്കും ഒരു അതിശയം തന്നെയാണ്. ഒരു സ്ത്രീയുടെ മനസ്സിനെ ഇത്ര ഇഴ കീറി പരിശോധിച്ച് അതിനെ ആവിഷ്കരിച്ച് വെക്കുക എന്നത്. വിമലയുടെ കാത്തിരിപ്പാണ്. വിമലയുടെ മാത്രമല്ല,
നോവലിൽ കടന്നു വരുന്ന ബുദ്ധു എന്ന ചെറുപ്പക്കാരൻ തന്റെ അമ്മയ്ക്ക് പണ്ട് തന്നെ ഉദരത്തിൽ സമ്മാനിച്ചു പോയ അച്ഛനെ വീണ്ടും കാണാനുള്ളൊരു കാത്തിരിപ്പ്. അതുപോലെ മനുഷ്യർ മാത്രമല്ല ഇവിടെ കാത്തിരിക്കുന്നത്, പ്രകൃതിയും കാത്തിരിക്കുന്നുണ്ട്. നൈനിറ്റാൾ എന്ന മനോഹരമായ നാട് വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു കാത്തിരിപ്പ് ഇവിടെ കാണാം. അത് മാത്രമല്ല, എഴുതിയതിനേക്കാൾ കൂടുതൽ എഴുതാതിരുന്നതാണ് ഈ നോവലിലെ ഭംഗി എന്നും കൂടി പറയേണ്ടി വരും. നൈനിറ്റാളിലെ ബോർഡിംഗ് സ്കൂളിലെ റെസിഡന്റ് ട്യൂട്ടറായ വിമല എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ ജാലകം തുറന്നാൽ ഗിരിശൃംഖങ്ങൾ കാണാൻ കഴിയുന്ന മുറിയിൽ വായനക്കാരുടെ മനസ്സും ഉടക്കിക്കിടക്കും. അവിടെ വിമല അനുഭവിക്കുന്ന ഏകാന്തത, കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ, അവയ്ക്കും അന്തമില്ലാത്ത ഈ കാത്തിരിപ്പിനും ഒരു പ്രത്യേക സുഖവും നോവും ഉണ്ടെന്ന് നമുക്കും തോന്നിപ്പോകും. അവിടേക്ക് ഇടയ്ക്കിടെ കടന്നു വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമാണ് വിമലയോടൊപ്പം നമ്മുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ആളുകൾ. ഇത്തവണ സീസണിൽ എത്തിയ സർദാർജി എന്ന കഥാപാത്രം രംഗബോധമില്ലാത്ത കോമാളി എന്ന മരണത്തെ അദ്ദേഹം പറയുന്നുണ്ട്. ആ വരികൾ ഒരുപക്ഷെ വായനക്കാരനെ ഷേക്സ്പിയർ എന്ന വിശ്വവിഖ്യാത എഴുത്തുകാരനെ കൂടി ഓർമ്മിപ്പിക്കും. 4 മാസങ്ങൾക്കപ്പുറം തനിക്ക് ആഗതമാകാൻ പോകുന്ന മരണത്തെ ലങ് ക്യാൻസറിന്റെ രൂപേണ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനെത്തുന്ന രക്ഷിതാവിന്റെ വിളിയെ വളരെ തമാശ രൂപത്തിലാണ് അദ്ദേഹം വിമലയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. മരണത്തെക്കുറിച്ച് എങ്ങനെ ഒരാൾക്ക് ഇത്രത്തോളം ഹാസ്യാത്മകമായി പറയാൻ കഴിയുമെന്ന് ഒരു നിമിഷം നാം ചിന്തിച്ചു. പക്ഷേ ഭൂതകാലത്തിൽ തളം കെട്ടിക്കിടക്കുന്ന വിമലയേക്കാൾ തൊട്ടടുത്ത് ആഗതമായിരിക്കുന്ന മരണത്തെ കബളിപ്പിച്ചുകൊണ്ട് ഇനിയും യാത്രകൾ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന്, ഇനിയും സഞ്ചരിക്കാൻ ദൂരങ്ങൾ ഏറെയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സർദാർജി, അദ്ദേഹത്തിൻ്റെ ഇക്താര സംഗീതം, ഇവയൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികൾ കൂടിയാണ്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ സർദാർജി മരണത്തിന് മുൻപ് ഒരുപാട് ദൂരങ്ങൾ താണ്ടാൻ ഉള്ള യാത്രയിലാണ്. എങ്കിലും വിമല എന്ന കഥാപാത്രം ഒരിക്കൽ പ്രണയിച്ചു പോയ, പ്രണയം നൽകി കടന്നുപോയ, ഇനി എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ വഴിയിൽ തിരികെ എത്തുമെന്ന് അവൾ ആഗ്രഹിക്കുന്ന സുധീർ കുമാർ മിശ്ര എന്ന വ്യക്തിയുടെ ഓർമ്മകളിൽ നൈനിറ്റാളിലെ ജലം തളം കെട്ടിക്കിടക്കുന്നത് പോലെ അവളുടെ മനസ്സും അവളുടെ കാലവും, നോവലിൽ ഉടനീളമുള്ള കാലവും തളം കെട്ടിക്കിടക്കുന്നു. ഒരു ചലനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നോവൽ ഒരു ശാന്തമായ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തടാകത്തിലെ ജലം പോലെ അതിന് പുറത്തേക്കൊരൊഴുക്ക് സാധ്യമല്ല. അതവിടെ തന്നെ തളം കെട്ടിക്കിടക്കുന്നു. ചെറുചലനങ്ങൾ മാത്രം. ഓർമ്മയുടെയും വർത്തമാനകാലത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഒഴുക്ക് മാത്രം. കാലം എന്ന തോണിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വിമലയുടെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് വായനക്കാരൻ്റേതു കൂടിയാണ്. നൈനി ദേവിയുടെ ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്ന കുടമണി നാദവും, ഇടയ്ക്കിടെ തഴുകിപ്പോകുന്ന ഇളം കാറ്റും, കുട്ടികളുടെ വർത്തമാനങ്ങളും, വിനോദസഞ്ചാരികളുടെ ബഹളങ്ങളും ചിരികളും ഒക്കെ വിമല ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ആ ആസ്വാദനങ്ങൾക്കപ്പുറം അവൾ ഒറ്റയ്ക്കാണ്. ജീവിതത്തിന്റെ സമഗ്രാവിഷ്കാരമാണ് ബോധധാര നോവലുകൾ എന്ന് പറയപ്പെടാറുണ്ട്. ബാഹ്യമായ ചുറ്റുപാടുകളേക്കാൾ വ്യക്തിയുടെ മനസ്സിനും ആന്തരിക ഭാവങ്ങൾക്കും വികാരങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന തരം നോവലുകളാണിവ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ബോധധാര നോവലായി മഞ്ഞിനെ കണക്കാക്കേണ്ടി വരും. വിമലയുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും വിമലയുടെ കാഴ്ചപ്പാടുകളിലൂടെയുള്ള
ഒരു യാത്രയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ നോവലിൻ്റെ അവസാന വരി വിമലയുടെ ഒരു വാക്കാണ്. വരും, വരാതിരിക്കില്ല. ആ ഒരു വാക്കിൽ കാലം ഉടക്കി കിടക്കുന്നു വായനക്കാരൻ്റെ മനസ്സും. എന്നെ കേട്ടിരുന്നതിന് നന്ദി.